ധൈര്യമില്ലാത്ത കാലത്ത് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നവർ സ്ത്രീയുടെ കണ്ണ് പോലും പുറത്തു കാണാതെ ഈ കൊടുംചൂടിൽ പോലും ആളെ പൊതിയെ കെട്ടി സൂക്ഷിക്കണമെന്ന് വിശ്വസിക്കുന്നവർ, അത്തരം സാമൂഹ്യ ദുരാചാരങ്ങൾക്ക് മേലെ ആരോപണം ഉന്നയിക്കാൻ ധൈര്യമില്ലാത്ത വിപ്ലവ വായാടികൾ അവർ സനാതന ധർമ്മത്തെ കടന്നാക്രമിക്കുകയാണ്. എന്തുകൊണ്ട്? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അവർ RSSനെ വിമർശിക്കുന്നത്? എന്തുകൊണ്ടാണ് സനാതന ധർമ്മത്തെ വിമർശിക്കുന്നത്? ഈ നാടിന്റെ പ്രാണൻ സനാതന ധർമ്മമാണ്. ഈ നാടിന്റെ രക്ഷാകവചം രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ഇല്ലാതെയാക്കിയാൽ, സനാതന ധർമ്മത്തെ ഇല്ലാതെയാക്കിയാൽ ഈ നാടിനെ വെട്ടി പങ്കിട്ടെടുക്കാൻ എളുപ്പമാണ്. ചെന്ന് പറയുന്നു, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടായിരുന്നില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം 25-ൽ ഉണ്ടായ പ്രസ്ഥാനം അതിന്റെ ബാല്യാവസ്ഥയിൽ ഒരു പക്ഷേ ഇന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന പല സംഘടനകളെക്കാളും തീവ്രമായി ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രസ്ഥാനമാണ്. അതേസമയം തന്നെ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ സംഘടനയെ പരദേശി അക്രമകാരികളിൽ നിന്നും രക്ഷിച്ചു നിർത്തുവാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. സംഘത്തിന്റെ ആദ്യകാല പ്രതിജ്ഞയിൽ സംഘത്തിന് ഇന്ന് ഒരു സ്വയം സേവകൻ ഔപചാരികമായി സ്വയം സേവകനായി മാറുന്ന സംഘപ്രതിജ്ഞ ചൊല്ലുമ്പോഴാണ്. ഇന്നത്തെ പ്രതിജ്ഞയും സംഘത്തിന്റെ ആദ്യകാലത്തെ പ്രതിജ്ഞയും തമ്മിൽ വ്യത്യാസമുണ്ട്. സംഘത്തിന്റെ ആദ്യകാലത്തെ പ്രതിജ്ഞയിൽ സ്വയം സേവകൻ പ്രതിജ്ഞ ചെയ്യുന്നത് ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് വേണ്ടി എന്ന് കൃത്യമായി പറയുന്നത്. 47-ന് ശേഷം പ്രതിജ്ഞ മാറി. കാരണം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് വേണ്ടി എന്ന് തന്നെ പറയേണ്ട കാര്യമില്ല. സംഘസ്ഥാപകനായ ഡോക്ടർ ജി തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിലും അതുപോലെയുള്ള നിരവധി മൂവ്മെന്റുകളിലും ആയിരക്കണക്കിന് സ്വയം സേവകർ പങ്കെടുക്കുകയും സ്വാതന്ത്ര്യാനന്തരവും കാശ്മീരിന്റെ വിമോചനത്തിന് വേണ്ടിയും ഗോവയുടെ വിമോചനത്തിന് വേണ്ടിയും ഒക്കെ പടനയിച്ചത് ആരാണ്? ബലിദാനികളായത് ആരാണ്? രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം 1947 രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന വിശ്വാസം നമുക്കില്ല. ആത്യന്തികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം 1925-ൽ ആരംഭിച്ച പ്രവർത്തനം നമ്മൾ ഇപ്പോഴും തുടരുകയാണ്. കാരണം ഒരു ജനതയുടെ സ്വത്വബോധത്തിലേക്ക് അവൻ ഉണർന്നെഴുന്നേൽക്കുമ്പോഴാണ് ആ ജനതയ്ക്കും ആ രാഷ്ട്രത്തിനും സ്വാതന്ത്ര്യം കിട്ടുക. അത്തരമൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പരിശ്രമം സഫലമാകുന്ന ശതാബ്ദി വർഷത്തിലാണ് നമ്മൾ ഇത്തരം ഗുണാത്മക സഞ്ചലനം നടത്തുന്നത്, ഗുണാത്മകമായ പരിപാടികൾ നടത്തുന്നത്. ശതാബ്ദി വർഷത്തിലെ നമ്മുടെ ലക്ഷ്യം സംഘടനയെ കൂടുതൽ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുക. ഹിന്ദു സമൂഹത്തെ, ഈ സനാതന ധർമ്മത്തെ ലോകത്തിന്റെ മുന്നില്, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി, ഭൂമിയുടെ ശാന്തിക്ക് വേണ്ടി ഏകമാർഗമെന്നുള്ള ലോകം അംഗീകരിക്കുന്ന കാലം വരുകയാണ്. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആരോ ഒരു വിദ്വാൻ എഴുതിയിരിക്കുന്നു, കുംഭമേളയിൽ തുണിയില്ലാതെ കുളിക്കാൻ മാത്രം അറിയുന്നവരാണ് ഹിന്ദുക്കൾ. എത്ര നിസ്സാരമായിട്ടാണ് കുംഭമേളയെ അവർ കാണുന്നത്. അതൊക്കെ കേരളത്തിൽ നിന്നാണ്. കോടിക്കണക്കിന് ആൾക്കാർ ഗംഗയില് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും ലോകത്തിന്റെ നിയാമക ശക്തികൾ ആയിട്ടുള്ള വ്യക്തികളും ഒക്കെ വന്നിട്ട് ഗംഗാനദിയിൽ മുങ്ങിക്കുളിക്കുന്നത് ആരുടെയെങ്കിലും പ്രത്യേക ആഹ്വാനപ്രകാരമൊന്നുമല്ല. പണ്ട് ചോദിച്ചു, ഈ കാശി വിശ്വസർവകലാശാലയിൽ വെച്ച് ചോദിച്ചു, ഈ കുംഭമേള സംഘടിപ്പിക്കാൻ വിദേശികൾ ചോദിച്ചു, കുംഭമേള സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര കാലത്തെ പരിശ്രമമുണ്ട്, എത്ര കോടി രൂപയുടെ ചെലവുണ്ടായി എന്ന് ചോദിച്ചു. അന്ന് മദൻ മോഹൻ മാളവിയ അദ്ദേഹം ഒരു പഞ്ചാംഗം എടുത്ത് മുന്നോട്ട് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രയും ചിലവേ ഉള്ളൂ, നമ്മുടെ കുന്നംകുളത്ത് അടിക്കുന്ന 5 രൂപയുടെ പഞ്ചാംഗത്തിന്റെ വിലയേ ഉള്ളൂ ഒരു കുംഭമേള സംഘടിപ്പിക്കാൻ. ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമം, ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമം, കോടികൾ സംഗമിക്കുന്ന ഈ കുംഭമേള നടത്തുവാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ സനാതന ധർമ്മ വിശ്വാസിക്ക് 5 രൂപയുടെ പഞ്ചാംഗത്തിന്റെ ചെലവേ ഉള്ളൂ. എന്നാൽ ഹിമാലയത്തിന്റെ ഗിരിഗഹ്വരങ്ങളില് അസ്ഥി തുളയ്ക്കുന്ന തണുപ്പിൽ സാധനാനിർഭരനായിരിക്കുന്ന നാഗസന്യാസി അടക്കം ലോകത്തെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ നടത്തിയത് പാശ്ചാത്യരാണ്. ഭാരതമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഭാരതമാകെ പരസ്യമായി നഗ്നമായി കുളിക്കുന്ന ഈ സംസ്കാരം മാത്രമാണ് കണ്ടുപിടിച്ചത് എന്ന് പറയുന്ന അല്പജ്ഞരെ കുറിച്ച് നമുക്ക് പരിതപിക്കാം.
കാരണം ഐൻസ്റ്റീനെ പോലെയുള്ള ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഭാരതത്തിന്റെ ഗണിത പാരമ്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ലോകം ഒരു ശാസ്ത്രീയ നേട്ടവും കൈവരിക്കുമായിരുന്നില്ല. ഭാരതത്തിന്റെ വൈദിക ഗണിത പദ്ധതി ഇല്ലായിരുന്നുവെങ്കിൽ ആധുനിക ശാസ്ത്രം ഇന്ന് കാണുന്ന പുരോഗതിയിൽ എത്തുമായിരുന്നില്ല. ലോകത്തിന്റെ ശാസ്ത്ര രംഗത്ത് ഭാരതത്തിന് എത്ര സംഭാവനകൾ നടത്താൻ സാധിച്ചു. പലരും ഇന്നും പരിഹസിക്കാറുണ്ട്. ഭാരതമാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് നമ്മുടെ മന്ത്രിമാർ പറയുന്നു. എന്നിട്ട് അവർ പറയുന്ന പുരാണത്തിലെ പുഷ്പകുമാരത്തെ കുറിച്ചാണ്. ഇന്നത്തെ ആധുനികമായ പല കണ്ടുപിടുത്തങ്ങളുടെയും ആശയ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലും ഒക്കെ നമുക്ക് കാണാമെന്നുള്ളത് നമ്മുടെ പൂർവികരുടെ ദർശന വ്യാപ്തിയുടെ ഉദാഹരണം മാത്രമാണ്. സാങ്കേതികമായി പോലും വിമാനം കണ്ടുപിടിച്ചത് ഭാരതത്തിലാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. സാങ്കേതികമായി പോലും റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിന് 7 വർഷം മുന്നേ മുംബൈയിലെ ചൗപ്പതി കടലോരത്ത് ശിവകുമാർ ബാപ്പുജി തലപ്പൻ എന്ന് പറയുന്ന സംസ്കൃത പണ്ഡിതൻ ഭാരതത്തിന്റെ യന്ത്രസർവസ്വം എന്ന ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ മെക്കാനിക്കൽ ഫ്ലൈറ്റ് അല്ല, അദ്ദേഹത്തിന്റെ കാലുകൾ കൊണ്ട് ചവിട്ടി കറക്കുന്ന ഒരു പങ്കയുടെ അടിസ്ഥാനത്തിൽ മാരുതി എന്ന പേരിട്ട വിമാനം കടലോരത്ത് പറപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭാരതമാണ് റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിക്കുന്നതിന് 7 വർഷം മുന്നേ ഭാരത വിമാനം കണ്ടുപിടിച്ചു എന്ന് നമ്മൾ പറയുന്നതുകൊണ്ടാ. മാരുതി എന്നായിരുന്നു ഇതിന്റെ പേര്. ബ്രിട്ടീഷുകാരൻ ആ വിമാനം കണ്ടുപിടുത്തി കടൽ കടത്തി. ബറോഡ മഹാരാജാവാണ് ആ വിമാനം നിർമ്മിക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം ചെയ്തത്. ബറോഡ മഹാരാജാവിനെ താക്കീത് ചെയ്തു. എന്തുകൊണ്ടാണ് ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യം മുരടിച്ചു പോയതെന്ന് ചോദിച്ചാൽ 19-20 നൂറ്റാണ്ടുകളില് യൂറോപ്പിൽ നടന്ന വ്യാവസായിക വിപ്ലവം, ആ വ്യാവസായിക വിപ്ലവത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന പല ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ കണ്ടുപിടിച്ചത്. ശരിയാണ്, ആ കണ്ടുപിടുത്തത്തിന്റെ മൂലധനം ഭാരതത്തിന്റെ സമ്പത്തായിരുന്നു. ഭാരതത്തെ പോലെയുള്ള ഈ രാജ്യങ്ങളെ കൊള്ളയടിച്ച മൂലധനം കൊണ്ടാണ് യൂറോപ്പിൽ വ്യാവസായിക വിപ്ലവം ഉണ്ടായത്. കണ്ണിൽ കുത്തിയിട്ട് കരയുന്നത് എന്താണ് എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അപ്പോ ഭാരതമാകെ പരസ്യമായി ഗംഗയിൽ കുളിക്കുന്ന സംസ്കാരം മാത്രമല്ല ലോകത്തിന് നൽകിയത്. ലോകത്തിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഭാരതത്തിന്റെ ഉജ്ജ്വലമായ സംഭാവനകളുണ്ട്. അക്കമിട്ട് നിരത്താം നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊന്നും അറിയാതെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുംഭമേളയെ അപഹസിക്കുന്നവർ, സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ കോളറ പോലെയാണെന്ന് പറയുന്നവർ, അവരുടെയൊക്കെ പ്രശ്നം രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറഞ്ഞാൽ അത് സവർണരുടെ സംഘടനയാണ് എന്ന് പറയുന്നവർ, അവരുടെയൊക്കെ പ്രശ്നം ഒന്നു മാത്രമേ ഉള്ളൂ. ഈ ഭാരതത്തെ മുച്ചൂടും നശിപ്പിച്ച് തങ്ങളുടെ ആധിപത്യം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചവർ മുഴുവൻ ഇന്ന് നിരാശയിലാണ്. പ്രതിദിനം സനാതനധർമ്മത്തിന്റെ വസന്തകാലത്തിന്റെ വിളംബരമാണ് ലോകം മുഴുവൻ കേൾക്കുന്നത്. പ്രതിദിനം ലോകം ഇന്ന് യുദ്ധങ്ങളുടെ കെടുതിയിൽ നിന്ന് ശാന്തിക്ക് വേണ്ടി ഭാരതത്തിലേക്ക് നോക്കുകയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച പൂർവികരുടെ മന്ത്രത്തിലേക്ക് ശാന്തി തേടി ലോകം വരുമ്പോൾ, സമസ്ത ലോക ശാന്തിർഭവതു എന്ന് പ്രാർത്ഥിച്ച ഭാരതത്തിന്റെ ഋഷി പരമ്പരയുടെ സങ്കല്പത്തിലേക്ക് ലോകം വരുമ്പോൾ, ഇവിടുത്തെ കൊച്ചു പുൽക്കൊടിക്ക് പോലും ശാന്തി ഉണ്ടാവട്ടെ. ഓഷധയ ശാന്തി, വനസ്പതയ ശാന്തി, ആപശാന്തി, പൃഥ്വിശാന്തി, ഈ ഭൂമിക്ക് ശാന്തി ഉണ്ടാവട്ടെ, സസ്യലതാദികൾക്ക് ശാന്തി ഉണ്ടാവട്ടെ, ജലത്തിന് ശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച അത്യധികം ഗംഭീരമായ തത്വങ്ങളെ ലോകത്തിന് നൽകിയ ഈ സനാതനധർമ്മം അത് സാധാരണ ഗോവിന്ദന്മാർക്ക് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യമാണ് സനാതനധർമ്മം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹം സനാതനധർമ്മത്തെ വിമർശിക്കുന്നത്. സനാതനധർമ്മത്തെ വിമർശിക്കുന്നതിന് മുന്നേ ഒരു 100 വട്ടം ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഉപ്പുവെച്ച കലം പോലെ ദ്രവിച്ച് തീരുകയാണ് സനാതനധർമ്മത്തിനെതിരെ നിൽക്കുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും പ്രസ്ഥാനങ്ങളും. അധികം കാലമൊന്നുമില്ല. ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോ ഈ കണ്ണൂരിലെ ഇപ്പോ പൂരത്തിന്റെയും തെയ്യത്തിന്റെയും തിറയുടെയും ഒക്കെ കാലമാണ് കേരളം മുഴുവൻ. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം സജീവമായി തെയ്യവും തിറയും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിയിരിക്കുന്നതിന്റെ കാരണം ഇതൊക്കെ RSSകാർ നടത്തുന്നു, സമൂഹത്തിന്റെ അംഗീകാരം അവർക്ക് കിട്ടുന്നു. അതുകൊണ്ട് അത് പാടില്ല. തെയ്യവും തിറയിലും ഉള്ള വിശ്വാസം കൊണ്ടല്ല, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുള്ള വിശ്വാസം കൊണ്ടല്ല. അന്ത്യത്തിരി കത്തിക്കാൻ നിർവാഹമില്ലാതെ കിടന്ന അമ്പലമുറ്റത്ത് സംഘത്തിന്റെ ശാഖ തുടങ്ങി അമ്പലത്തിൽ തിരിവെച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന അമ്പലങ്ങളെ കെട്ടിയുയർത്തി ഇന്ന് ആരാധനയ്ക്ക് ആളെത്തി തുടങ്ങിയപ്പോൾ അത് ദേവസ്വം ബോർഡിന്റെ കയ്യിലേക്ക് വേണമെന്ന് പറയുകയും
അവയൊക്കെ പിടിച്ചടക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുക്കുകയും തെയ്യവും നിറയും ഒക്കെ നടത്താൻ മുന്നിട്ടിറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതിനൊരു തെറ്റൊന്നുമില്ല. അതിനെക്കുറിച്ച് നമുക്ക് ആശങ്കയുടെ ആവശ്യവുമില്ല. ഇന്നലെ വരെ നമ്മൾ നേതൃത്വം കൊടുത്ത് ചെയ്ത ആ കാര്യങ്ങളൊക്കെ സനാതന ധർമ്മത്തെ നിഷേധിക്കുന്നവർ തന്നെ സനാതന ധർമ്മത്തിന്റെ ഈ ആചാര അനുഷ്ഠാനങ്ങൾ അത് നടത്തി അതിനെ ഇല്ലാതെ ആക്കാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമം പാഴിലായി പോകുന്ന കാലം വിദൂരമല്ല. കാരണം സനാതന ധർമ്മത്തെ തൊട്ടവൻ അതൊരു സ്പർശമണിയാണ്. സ്പർശമണിയുടെ പ്രത്യേകത എന്താ? അത് ചെമ്പിനെ കാഞ്ചനമാക്കി മാറ്റും, ചെമ്പിനെ സ്വർണമാക്കി മാറ്റും. സനാതന ധർമ്മത്തെ തെറ്റായ അർത്ഥത്തോടുകൂടി തൊടുന്നവനെ പോലും സനാതന ധർമ്മിയാക്കി മാറ്റും. അതുകൊണ്ട് നമ്മളെക്കാളും നിഷ്ഠാവാന്മാരായ സനാതന ധർമ്മികളെ സൃഷ്ടിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാര് കണ്ണൂരിലും കേരളത്തിൽ പല സ്ഥലങ്ങളിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സനാതന ധർമ്മത്തിന്റെ വിജയ വൈജയന്തിയുടെ കാലം വരികയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിൽ നമ്മളെല്ലാം അത് കാണാൻ പോവുകയാണ്. ഈ ഭാരതം ലോകത്തിന്റെ സമാരാധ്യമായ കേന്ദ്രമായി മാറുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനുള്ള സൗഭാഗ്യമുള്ള ഒരു തലമുറയായി തീർന്നു നമ്മളെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭാഗ്യം നമുക്കുണ്ടായി. ഇന്നത്തെ തലമുറയ്ക്ക് ഭാരതത്തിന്റെ വിജയ വൈജയന്തി, ആ വിജയക്കൊടി ഉയർന്നു പാറുന്നത് കാണാനുള്ള സൗഭാഗ്യമുണ്ടായി. ഇന്നലെ തള്ളിപ്പറഞ്ഞവർ ഈ കൊടിയുടെ തണലിലേക്ക് നമ്മെക്കായാലും ആവേശത്തോടുകൂടി വരുന്ന കാലമാണ് ഇനി വരാനുള്ളത്. നമ്മൾ നിത്യ പൂജാരിമാരാണ്. ശാന്തമായി ശബ്ദമില്ലാതെ ഈ രാഷ്ട്രത്തിന്റെ ആധാരശിലയായി ആരുടെയും ശ്രദ്ധയ്ക്കോ വെള്ളി വെളിച്ചങ്ങളുടെ പ്രകാശവിന്യാസങ്ങൾക്കോ ഒന്നും കാത്തു നിൽക്കാതെ നിരന്തരമായി പ്രവർത്തിക്കുന്നവരാണ്. ആ പ്രവർത്തനത്തിൽ നമ്മൾ വ്യാപൃതരാവുക. വ്യക്തി നിർമ്മാണം എന്ന ശാഖാകേന്ദ്രിതമായ ഒറ്റ പ്രവർത്തനം കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭാഗത്തെയും മാറ്റിവരച്ച പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണ് നമ്മൾ എന്നുള്ള നിലയ്ക്ക് അഭിമാനിക്കുക. ആ പ്രവർത്തനം നിസ്തന്ത്രം നാം തുടരുക. വിജയം നമ്മുടെ കയ്യകലത്തിൽ തന്നെയാണ് എന്ന് സ്വാഭിമാനം പ്രതീക്ഷാ നിർഭരമായി നമുക്ക് പറയാൻ കഴിയും. നന്ദി, നമസ്കാരം.